അതായത് കൊച്ചുനാളിലെ അടിച്ചേൽപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു എന്നൊരു സങ്കടം റേനുവിന് കിടപ്പുണ്ട്. കുറച്ചധികം പള്ളിപ്പോക്കിൻ്റെ വിക്റ്റിമാണ് റേനു. അതിനകത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ, പള്ളിയിൽ പോയത് മാത്രമല്ല, ബാക്കി എല്ലാം ഇതുപോലായിരുന്നു. റേനുവിനെ കഴിപ്പിച്ചത് ഇതുപോലായിരുന്നു, കുളിപ്പിച്ചത് ഇതുപോലായിരുന്നു, സ്കൂളിൽ കൊണ്ടുപോയത് ഇതുപോലായിരുന്നു. എല്ലാം ഒരു ടോർച്ചറിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത്. ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഇവിടെ. കാരണം നമുക്കത് അത്ര എളുപ്പത്തിൽ പറയാൻ പറ്റണമെന്നില്ല. പിശാച് ആവേശിച്ചൊരു കുട്ടി, ഒരച്ഛൻ ആ ഒരു കുടത്തിൽ അതിനെ എടുത്ത് വെക്കുന്നത് ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ട കഥകൾ, ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. ആക്ച്വലി ഭൂതം, പ്രേതം, ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ സിമ്പിൾ ചോദ്യം, ഹൂ ഈസ് ദ അതോറിറ്റി? ഈ ആത്മാവിൻ്റെയും അധികാരി ആരാണ്? ദൈവമാണെങ്കിൽ, ഈ ആത്മാവിൻ്റെ അധികാരി ദൈവമാണെങ്കിൽ ദൈവം അനുവദിക്കൂ ഇങ്ങനെ അലഞ്ഞു നടന്ന് മനുഷ്യനെ ദ്രോഹിക്കാൻ? അതേസമയം ചില കേസുകളുണ്ട്, ഗുഡ് സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ ദൈവം അനുവദിക്കും. പ്രൈവറ്റ് റെവലേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എനിക്കൊരു ദൈവവിചാരമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, പേഴ്സണലി ഒരു നല്ല ലൈഫ് ജീവിക്കുന്നുണ്ട്, ദെൻ ഹൂം ഷുഡ് ഐ ഫിയർ? ഞാൻ ആരെയാണ് പേടിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കലും ഒരു മതത്തെ ഹനിക്കാനോ അത്തരം ചോദ്യങ്ങളോ അതൊന്നുമല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ സംശയങ്ങളാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പുരോഹിതനും ഡോക്ടറും ഇവർ രണ്ടുപേരും ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ റിലാക്സ്ഡ് ആവും. എത്ര വലിയ ആത്മസംഘർഷങ്ങളായിട്ട് വരികയാണെങ്കിലും ആ ഒരു പുഞ്ചിരി കണ്ടു കഴിയുമ്പോൾ, അപ്പം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊന്ന്, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പുഞ്ചിരി? നിങ്ങളുടെ ആ പുഞ്ചിരി എത്രത്തോളം മാറ്റങ്ങൾ വരുത്താറുണ്ട്? രേണു, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും പുഞ്ചിരി സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരും. പുരോഹിതൻ, ഡോക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ഒരു ടീച്ചർ ചിരിച്ചാൽ എന്ത് സന്തോഷമായിരിക്കും ക്ലാസ്സിലെ കുട്ടികൾക്ക്. തീർച്ചയായിട്ടും നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ കൗണ്ടറിലിരിക്കുന്ന ഒരു സ്റ്റാഫ് ചിരിച്ചുകൊണ്ട് സംസാരം തുടങ്ങിയാൽ എന്ത് സമാധാനമായിരിക്കും നമുക്ക്. ഒരു സർക്കാർ ഓഫീസിൽ ഒരു പുഞ്ചിരിയുടെ മുഖം ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമായിരിക്കും. പുഞ്ചിരി എപ്പോഴും നല്ലതാണ്. പുഞ്ചിരി ഉണ്ടാകുക എന്നതിൻ്റെ അർത്ഥം സങ്കടങ്ങളില്ല എന്നല്ല. ആ സങ്കടങ്ങൾക്ക് മുകളിൽ നിൽക്കാൻ ഒരാൾ പഠിക്കുന്നതാണ് അയാളുടെ സന്തോഷവും പുഞ്ചിരിയും. നമ്മൾ ഓർത്തേക്കരുത് സങ്കടങ്ങളെല്ലാം മാറിയിട്ട് ചിരിക്കാൻ പറ്റുമെന്ന്. അതൊരു അൺറിയൽ വേൾഡാണ്. അങ്ങനെയൊന്നുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം സങ്കടങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാഴ്സലാണ്. നമ്മളൊരു ഉത്തോപ്യൻ സ്പിരിച്വാലിറ്റിയിലോട്ടൊന്നും പോകണ്ട. സങ്കടങ്ങളില്ലാത്തൊരു ലോകം. സങ്കടങ്ങളുള്ളപ്പോഴും അതിൻ്റെ മുകളിലൂടെ നടക്കുന്ന സന്തോഷം കണ്ടെത്തുന്ന ഒരു എക്സ്പീരിയൻസാണ് സ്പിരിച്വാലിറ്റി. അങ്ങനെ ഒരു ആർട്ട് കിട്ടിയവർക്കാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്. ഒരു പ്ലാസ്റ്റിക് പുഞ്ചിരിയൊന്നുമല്ല. ഇത് പറയുമ്പോൾ റീനു ഓർത്തേക്കരുത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് സങ്കടം ഉണ്ടാവും. മനുഷ്യരാകുമ്പോൾ എന്താ സങ്കടം ഉണ്ടാവും. ഇടയ്ക്ക് മുഖം മാടും, ഇടയ്ക്ക് നമ്മുടെ സങ്കടം മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെന്താണ് മെച്ചം? എത്രയും പെട്ടെന്ന് റീഗെയിൻ ചെയ്യുക സന്തോഷത്തെ, ആ പോസിറ്റിവിറ്റിയെ, ആ ഹോപ്പ് റീഗെയിൻ ചെയ്യുക. ചിലർക്ക് പറ്റുന്നത് അങ്ങ് അടിഞ്ഞ് താഴെ പോവും. എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളത്, റിവൈവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. യെസ്, ഈ റിവൈവ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ പണ്ട് തൊട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു സങ്കടം, വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി പ്രാർത്ഥിക്കാം എന്ന് പറയാറുണ്ട്. ഇപ്പം എൻ്റെ ഹിന്ദു ഫ്രണ്ട്സ് ആണെങ്കിൽ പറയാറുണ്ട്, അമ്പലത്തിലെ അങ്ങനെയുള്ള സ്പിരിച്വൽ അവരുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് പോവുക, അവരുടെ അടുത്തൊന്ന് ചെന്നിരിക്കുമ്പോൾ അവരൊന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, അങ്ങനെയുള്ള പലതരം ആളുകളാണല്ലോ. അപ്പം അതിലൊരു ആശ്വാസം കണ്ടെത്തുക, ഇതെല്ലാം വരാറുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ഹോപ്പ്, പ്രതീക്ഷ ഇങ്ങനൊരു സ്പിരിച്വൽ ലീഡർ അല്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ്. പക്ഷേ ആസ് എ സ്പിരിച്വൽ ലീഡർ അങ്ങനെ ഒരാളായിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രത്യാശ ശരിക്കും എവിടെയാണ്? ദൈവത്തിലാണ്. തീർച്ചയായിട്ടും ദൈവത്തിലാണ്. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഉപരിയായ ഒന്ന് കണ്ട ഒരാൾ, ദർശനം, എൻകൗണ്ടർ കിട്ടിയ ഒരാളുടെ പ്രതീക്ഷ മുഴുവൻ അവിടെയാണ്. എന്നുവെച്ചാൽ ഇത്തിരി പോകുന്ന സങ്കടങ്ങളിൽ ഒലയാതിരിക്കാനുള്ള മികവാണത്. ഞാനപ്പോൾ അച്ഛന്മാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയും, നമ്മൾ ചെറിയ കാര്യങ്ങളിലൊക്കെ ട്രിഗേർഡ് ആകരുത്, പെട്ടെന്ന് പ്രൊവോക്ഡ് ആകരുത്. കാരണം വേറൊന്ന് കണ്ടവരാണ് നമ്മൾ. മുകളിലൊന്ന് ഒരു റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്നവർ, കണ്ടവർ, ഇങ്ങനെ പറയാം, ദൈവമുഖം കണ്ടവൻ്റെ മുഖം എപ്പോഴും പ്രകാശിക്കണം. ദൈവമുഖം കണ്ടവൻ്റെ മുഖം പ്രകാശിക്കണം. അപ്പോൾ ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഇത്തിരി പോകുന്ന കാര്യങ്ങളിൽ ഒലഞ്ഞു പോകരുത്. പിന്നെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നു എന്നൊക്കെ പറയുന്നത്, അതിന് പല ഡൈമെൻഷനുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഡൈമെൻഷനുണ്ട്. മനുഷ്യൻ്റെ ഒരു തോന്നലും കൂടി ഉണ്ട് അതിനകത്ത്. ഒരു ആശ്വാസം കിട്ടും. പിന്നെ ഒരു സ്പിരിച്വൽ അലമുണ്ട്. സ്പിരിച്വൽ അലം ഇപ്പം നമ്മുടെ ഈ സംസാരത്തിലുണ്ടല്ലോ, ഞാൻ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടെന്നറിയാമോ? റീനുവിൻ്റെ ഓഡിയൻസ് അവർ എല്ലാവരും ഇതിലേക്കൊരു ആഭിമുഖ്യമുള്ളവരല്ല. എല്ലാവരും, ഞാൻ ആരെയും കുറച്ച് പറയല്ല, എല്ലാവർക്കും ഒരേപോലെ അല്ല, ഇന്നത്തെ സൊസൈറ്റിയും കൂടിയല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ആദ്യം കൊടുക്കേണ്ടത് ബേബി ഫുഡാണ്. എൻ്റെ കയ്യിൽ ബിരിയാണി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം ബിരിയാണി എടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. കൊച്ചിന് ആദ്യം കൊടുക്കേണ്ടത് ബേബി ഫുഡ്. പതുക്കെ ആദ്യം പാല് കൊടുക്കുക, പിന്നെ സോൾട്ട് ഫുഡിലേക്ക് മാറുക. അപ്പോൾ നമ്മുടെ ഈ സംസാരത്തിൽ പോലും ഈ ചോദ്യങ്ങൾക്ക് പലതിനും ഇതിനും ഇൻഡെപ്ത് മറുപടി ഉണ്ട്.
പക്ഷെ അത് ചാടിക്കറി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പറയുന്നില്ലേ, പാത്രം അറിഞ്ഞ് വിളമ്പണം. ഇപ്പം നമ്മൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഈ ലെവലിൽ, ഈ ലൈറ്റ് ലെവലിൽ ഇത്രയും അറിഞ്ഞാൽ മതി. ഒന്നൊരു സൈക്കോളജിക്കൽ ഒരു കൺസലേഷൻ കിട്ടുന്നുണ്ട് നമുക്ക് ഇത്തരം സ്പേസിൽ മനുഷ്യർക്ക്, സിൻസ് വി ആർ സൈക്കോളജിക്കൽ ബീയിങ്സ് ഓൾസോ. ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ റലമുണ്ട്, ഒരു ഹീലിങ്ങിൻ്റെ, ഒരു കൺസലേഷൻ്റെ സ്പിരിച്വൽ റലമുണ്ട്. ആ ഒരു റലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം സ്പിരിച്വാലിറ്റി നമ്മൾ പണ്ട് തൊട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ഒരാൾ ഞാൻ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് ഞാൻ പറയും ഐ ആം സ്പിരിച്വൽ. പക്ഷേ വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ പോലെ പല മാനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ശരിക്കുള്ളൊരു സ്പിരിച്വാലിറ്റി അതെന്താണ്? ഐ ആം സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ രേണു ഉദ്ദേശിക്കുന്നത് എന്താ? എനിക്ക് ഐ ബിലീവ് ഇൻ എ സൂപ്പർ പവർ. ഞാൻ എൻ്റേതാകുന്ന ഒരു മെഡിറ്റേഷനും എൻ്റേതാകുന്ന രീതിയിലും സ്വസ്ഥതയിലും സമാധാനത്തിലും വരുന്ന, അങ്ങോട്ട് എനിക്കൊരു എൻ്റെ കോൺസെപ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അത് ഇനി ഈ വരുന്ന സംസാരങ്ങളിൽ ഞാനത് കൂടുതൽ ഞാൻ പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പീസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പീസ് സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണ്. സോ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ആ ആളാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നീ നിൻ്റെ കാര്യം മാത്രം നോക്കി നിന്റെ സമാധാനങ്ങൾ കണ്ടെത്തുക, മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുകയാണ് ഞാൻ. പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമുള്ളത്, അതിനകത്തൊക്കെ വന്ന ചില വാക്കുകൾ സ്പിരിച്വാലിറ്റിയുടെ കണക്റ്റഡ് ആണ്. ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ, ഹോപ്പുണ്ട്, മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രതീക്ഷയുണ്ട്, എ കൈൻഡ് ഓഫ് കണക്ഷനുണ്ട്, ആൻഡ് എത്തിക്സ് ഉണ്ട്. ഇതെല്ലാം സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സ്പിരിച്വാലിറ്റി. അപ്പോൾ സ്പിരിച്വൽ ആണെന്ന് പറയുമ്പോഴും രേണു അതിനകത്തോടെ ഒരു ആ റിലീജിയോസിറ്റിയും കൂടെ പറയുന്നുണ്ടാകണം. അവിടെ ഒരു ക്ലാഷ് ഉണ്ട്, സ്പിരിച്വാലിറ്റിയും റിലീജിയനും തമ്മിൽ ഇന്ന് പലരുടെ ഇടയിലും. ഒറിജിനലി ക്ലാഷ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇന്ന് നമ്മൾ സ്പിരിച്വാലിറ്റി എന്നുള്ള ടേം ഉപയോഗിക്കുമ്പോൾ അത് റിലീജിയനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തൊരു കൺസെപ്റ്റായിട്ട് അവതരിപ്പിച്ച് പോകുന്നുണ്ട്. സോ മെനി ഓഫ് us are telling that I am a spiritual being but I am not a religious person. രണ്ടും രണ്ടായിട്ടുണ്ട്, ഡൈക്കോട്ടമി ഉണ്ടാകുന്നുണ്ട് രണ്ടും തമ്മിൽ. അതിൻ്റെ പ്രോപ്പർ ബ്ലെൻഡിങ് ഉണ്ടാകുന്നിടത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതർവൈസ് യുവർ സ്പിരിച്വാലിറ്റി വിൽ എൻഡ് വിത്തിൻ യുവർസെൽസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ രണ്ടായിട്ടാണ്, ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അച്ഛൻ അറിയുകയും ചെയ്യാതെ. അപ്പോൾ അതെങ്ങനെ അത് ബ്ലെൻഡ് ആവുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഒന്നാവുന്നത്? റിലീജിയനും സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് ബ്ലെൻഡായി ഒന്നാവുന്നത്? ഈ സ്പിരിച്വാലിറ്റി ഒഴുകുന്നൊരു സ്ട്രീമാണ് റിലീജിയൻ. അങ്ങനെ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് സ്പിരിച്വാലിറ്റി ഒഴുകുന്ന സ്ട്രീമായിട്ടാണ് റിലീജിയൻ വർക്ക് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, സ്പിരിച്വാലിറ്റി ഈസ് ദ സോൾ, റിലീജിയൻ ഈസ് ദ ബോഡി. ബോഡി ഇല്ലെങ്കിൽ ഈ സോളിന് എക്സിസ്റ്റൻസേ ഇല്ല, അത് വർക്ക് ചെയ്യത്തില്ല. ഇനി സോൾ ഇല്ലെങ്കിൽ ദിസ് റിലീജിയൻ ഡെഡാണ്. ഇത് രണ്ടും തമ്മിൽ ബ്ലെൻഡ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഒരു റിലീജിയനിലൂടെ. കാരണം വെച്ചാൽ ഇപ്പോൾ റെനുവിൻ്റെ സ്പിരിച്വാലിറ്റി റെനുവിൻ്റെ മാത്രം സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റി മക്കളിലേക്ക് പോലും കൈമാറാൻ ചിലപ്പോൾ ഇതിന് പറ്റണമെന്നില്ല. പറ്റാത്തതിൻ്റെ കാര്യം ഒരു സിസ്റ്റം ഇല്ല. ഇന്ന് നമ്മൾ പറയുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഡിമോളിഷൻ ഓഫ് സിസ്റ്റമാണ്. ഒരു സംവിധാനത്തെ തകർക്കുന്ന ഒരു ശ്രമമായിട്ട് ഇന്ന് സ്പിരിച്വൽ കൺസെപ്റ്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പറ്റുന്നതെന്നറിയാമോ, ഒരു വലിയ സീരിയസ് ഇഷ്യൂ ഉണ്ട്. അതൊരു പക്ഷേ നമുക്കത് ഇന്നത്തെ സമൂഹം മനസ്സിലാക്കിയാൽ വലിയ ഗുണമുള്ളൊരു കാര്യം പറയാം. ദ റൂൾ ഓഫ് റിലേറ്റീവ്സം എന്ന് പറയും. റൂൾ ഓഫ് റിലേറ്റീവ്സം. എനിക്കൊരു സ്പിരിച്വാലിറ്റി, റീനൊരു സ്പിരിച്വാലിറ്റി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്പിരിച്വാലിറ്റി. അപ്പോൾ എന്ത് പറ്റും? സ്പിരിച്വാലിറ്റി ഈസ് കണക്റ്റഡ് വിത്ത് എത്തിക്സ് ഓൾസോ. അപ്പോൾ എനിക്കൊരു ശരി, റീനൊരു ശരി, അവർക്കൊരു ശരി, അവർക്കൊരു ശരി. 10 ശരികളുള്ളിടത്ത് യുദ്ധം തുടങ്ങും. എല്ലാവരുടെയും ശരിയാണ് സംഭവം. ഈ 10 പേർക്കും ഒരു ശരി ഇല്ലാതാകുന്നു ഇന്ന്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. അതായത് റിലേറ്റീവിസം വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ആപേക്ഷികവാദം. എൻ്റെ ശരിയാണ് ഞാൻ ജീവിക്കുന്നത്. സിനിമയിലെ വില്ലൻ പോലും ജീവിക്കുന്നത് അവൻ്റെ ശരികളാണ്. ഇന്നിപ്പം നമ്മൾ കാണുന്ന വാർത്തകൾ, അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്തൊരു റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല. അവരവരുടെ ശരികളാണ് ചെയ്തത്. അവർക്കൊരു സ്പിരിച്വാലിറ്റി ഉണ്ട്, അവർക്കും ഉണ്ടൊരു സ്പിരിച്വാലിറ്റി, അവർക്കൊരു പേഴ്സണൽ എത്തിക്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് മൊറാലിറ്റിയും എത്തിക്സും ഒന്നും ഒബ്ജക്റ്റീവ് ആകാത്തത് ഇന്നത്തെ കാലത്ത്? അബ്സല്യൂട്ട് ആകാത്തത്. അതാകാത്ത സ്ഥലത്ത് വാർ ആരംഭിക്കും, യുദ്ധം ആരംഭിക്കും, അൾട്ടിമേറ്റ് കെയോസിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം അച്ഛനിപ്പോൾ പറഞ്ഞല്ലോ അൾട്ടിമേറ്റ് കെയോസിലോട്ട് കാര്യങ്ങൾ പോകുന്നതിനെക്കുറിച്ച്. പക്ഷെ പലപ്പോഴും ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, മതങ്ങളില്ലായിരുന്നെങ്കിൽ വിഭജനങ്ങളില്ലാതിരുന്നേനെ. അതിൻ്റെ റിലീജിയസ് ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്. ആ വിഭജനങ്ങളില്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നേനെ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മതത്തിൻ്റെ ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അത് അവർ ചിന്തിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം മതം ബയസ്ഡ് ആകുമ്പോൾ മനുഷ്യൻ സഹികെട്ട് ചിന്തിച്ചു പോയതാണ്.
നല്ലതാകേണ്ട ഒന്ന് മോശമായി പോയപ്പോൾ. മതങ്ങളിലെല്ലാം വേണ്ട ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ് മ്യൂച്വൽ റെസ്പെക്റ്റാണ്. ഞാൻ അറിഞ്ഞതും ഞാൻ വിശ്വസിക്കുന്നതും അറിയുകയും വിശ്വസിക്കുകയും ചെയ്യാത്തവർ എൻ്റെ ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയാനുള്ള ആർജവത്വം ഉണ്ടാകും. ഇന്ന് പറ്റുന്ന അപകടം മതങ്ങളിൽ സംഭവിച്ചത് എൻ്റെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കാത്തവൻ എൻ്റെ ശത്രുവാകുകയാണ്. അതെങ്ങനെയാണ്? അപ്പം നേരത്തെ പറഞ്ഞ അപകടം, സ്പിരിച്വാലിറ്റി ഇല്ലാത്ത മതം ഡെഡ് ബോഡിയാണ്, ജഡമാണ്. അതാണ് ഇവിടെ പറ്റിയിരിക്കുന്നത്. ഈ ശത്രുതയെക്കുറിച്ച് തന്നെ ഞാൻ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് നമ്മുടെ നാട്ടിൽ, എനിക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ട കാഴ്ചകളെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം മതം ഏറ്റവും വലിയ അതിർത്തി തിരിക്കുന്നത് ബന്ധങ്ങളിലാണ്. പ്രണയബന്ധങ്ങളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വളരെ ചെറുതായിരിക്കുമ്പോൾ ആരോടെങ്കിലൊക്കെ ഇഷ്ടം വരാം, വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, RCSC നമ്മുടെ കൂട്ടർ തന്നെ ആയിരിക്കണം, അല്ലാത്തതുമായിട്ട് വരണ്ട, സമ്മതിക്കത്തില്ല. അപ്പം സ്നേഹം പ്രണയം എന്ന് പറഞ്ഞത് ഏറ്റവും ഒത്തു നിൽക്കേണ്ടൊരു ഇതാണ്. രണ്ടു പേരുടെ മനസ്സിൻ്റെ അവരുടെ അടുപ്പമാണ് വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഒരു പക്ഷേ വരുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോഴാണ്. എന്തിനാണ് മതങ്ങൾ തമ്മിൽ അതിനോട് എന്തിനാണ് ഇത്ര വിരോധം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു വിക്ടിം വല്ലതും ആണോ? അല്ല, അതിന്റെ പോസിറ്റീവ് സെൻസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ചോദിച്ചിനകത്ത് കുറച്ച് ഇന്നത്തെ യൂത്തിൻ്റെ വോയിസ് ആണ് കേട്ടത്. റേനുവിൻ്റെ വായിലൂടെ ഇപ്പോൾ ഒരുപാട് കയ്യടി വീഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ. കാരണം അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. ഞാൻ വ്യക്തി സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നു, ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സിനെയൊക്കെ ബഹുമാനിക്കുന്നു. സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു സിമ്പിൾ ചോദ്യം, ഇതിനുപരിയായ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇത്രയും ലെവലിൽ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താണ് അയാളിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്? നമ്മൾ തമ്മിൽ എവിടെയൊക്കെ കോമ്പാറ്റബിൾ ആകുന്നുണ്ട്, എവിടെയൊക്കെ ചേർന്ന് പോകുന്നുണ്ട്. ഇഷ്ടങ്ങൾ, ലൈക്സ് നമ്മൾ നോക്കും, ഒരേപോലെയൊക്കെ ചേർന്ന് പോകും. എൻ്റെ അത്ഭുതം എന്താണെന്നറിയാമോ? അത്തരം ഇഷ്ടങ്ങളുടെ ലിസ്റ്റിൽ എന്താണ് എൻ്റെ ദൈവവിശ്വാസം വരാത്തത്? എൻ്റെ ദൈവവിശ്വാസം എന്താണ് ആ ഇഷ്ടങ്ങളിൽ വരാത്തത്? ഞാൻ അറിഞ്ഞ ദൈവം ഒരു റിയാലിറ്റിയാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് ആ റിയാലിറ്റിയെ ആളും അംഗീകരിക്കണമെന്ന് സ്വാഭാവികമായി, തീവ്രവാദമല്ല, വർഗീയതയല്ല, സ്വാഭാവിക ആഗ്രഹം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് ഇഷ്ടം വരുന്നു. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ആൾ ഇഷ്ടപ്പെടണമെന്നും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ ഫെയ്ത്തിൽ വളരണമെന്നും ആ ഒരു പ്രയോറിറ്റി ഫീൽ ചെയ്യാത്തിടത്ത് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് ഫീൽ ചെയ്യുന്നവർ അതങ്ങനെ കാണട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ. അതായത് എൻ്റെ പ്രയോറിറ്റി, അതിനകത്ത് പ്രശ്നം ഒരു പെരിഫറൽ സ്പിരിച്വാലിറ്റി ജീവിക്കുന്നവർക്ക്, ഫ്ലെക്സിബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന, എന്തും ചിന്തിക്കുന്ന സ്പിരിച്വാലിറ്റി ഇത് വിഷയമേ അല്ല. പക്ഷെ എൻ്റെ പപ്പ എന്ന പോലെ ദൈവത്തെ റിയലൈസ് ചെയ്ത ഒരാൾക്ക് എൻ്റെ പപ്പായെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി മാനിക്കണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ അറിഞ്ഞ ദൈവത്തെ എൻ്റെ ഭാര്യയെ മാനിക്കണമെന്ന് ചിന്തിച്ചു പോകുന്നത്. അതിനവളെ തെറ്റ് പറയാൻ പറ്റത്തില്ല, അതിനെ മാനിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ പറയാറുള്ളത്, പല കേസിലും ഞാൻ ഇത്തരം കുട്ടികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്തൊരു ഡ്യൂപ്ലിസിറ്റി ഫീൽ ചെയ്യുന്നത്, പ്രേമിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമില്ല, കല്യാണത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത് ചർച്ചയാകുന്നത്. അപ്പോൾ മിനിമം മര്യാദ ചെയ്യേണ്ടത്, പ്രേമിച്ച് തുടങ്ങുമ്പോൾ ഇത് കല്യാണത്തിലേക്ക് എത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞേക്കണം, ഞാൻ എൻ്റെ മതം മാറില്ല, എൻ്റെ വിശ്വാസം മാറില്ല. ഒരാളുടെ ഇമോഷൻസ് വെച്ച് കളിക്കാതിരിക്കാം. നമുക്ക് അത്രയെങ്കിലും ഒരു മിനിമം മര്യാദ ചെയ്തിട്ട് ഓരോരുത്തരും അവരവരുടെ കാര്യം, അവരുടെ വിശ്വാസം ജീവിക്കാൻ അനുവദിക്കുക.